ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ദം ബിരിയാണിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ദം ബിരിയാണി, അതിൻ്റെ റെസിപ്പി കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടാക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതാ അന്ന് രാവിലെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് കേട്ടോ എന്നിട്ട് ചിക്കൻ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് മോർണിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, സ്റ്റഡി ലീവ് അല്ല, അവർക്കിപ്പോൾ ഐ.ടിൻ്റെ എക്സാം നടക്കണം. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്ക് അങ്ങനെ ലീവ് കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ മോനൂസ് അന്ന് സ്കൂൾ പോയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് മമ്പറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓനെ അന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും നേരം വഴുകുമല്ലോ മമ്പറത്ത് പോകാൻ. അപ്പോൾ പിന്നെ പോകണ്ട വിചാരിച്ചെന്ന്. അങ്ങനെ പിന്നെ മക്കൾ സ്കൂളില്ലാതെ ലീവല്ല, വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് മോൻ്റെ പറഞ്ഞത്. പിന്നെ പറഞ്ഞു ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണി ലഭിച്ച് അത് ഉണ്ടാക്കിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളതിലാണ് കേട്ടോ. അത് ഞാൻ ബിരിയാണിയിലൊക്കെ ഉള്ള ചിക്കനൊക്കെ മുഴുവനായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് ആദ്യം തേച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ മസാല തേക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനുള്ള മസാല തേക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി കളർ കൂടി ചേർക്കുന്നുണ്ടായിരുന്നേ. ചിക്കന് കുറച്ച് ചെറിയ കളർ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാണ് ചിക്കന് പിന്നെ ഞാൻ മസാല കൂട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ കളർ ഇട്ടപ്പോൾ ഇത്തിരി കളർ കൂടിയിട്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ആ മസാല ഞാൻ അതുപോലെ തേച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചിക്കന് പൊട്ടിയേക്കാണ്ട്. അപ്പോൾ നമ്മൾ സാധാ ചിക്കന് ഫ്രൈ ചെയ്യാൻ മസാല തേക്കൂല, അത്ര മസാല ഒന്നും നമ്മൾ ഇതിലേക്ക് തേക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് മസാല പിന്നെ അധികം ഫ്രൈ ചെയ്യുന്ന മസാല ഇല്ലാതെ കുറച്ച് കുറവാക്കിയിട്ട് നമ്മളിതിലേക്ക് ബിരിയാണിക്കുള്ളതല്ലേ, അപ്പോൾ അധികം ഒന്നും മസാല തേച്ച് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ആ ചിക്കനൊക്കെ ഞാനിതാ മസാല തേച്ചൊന്ന് ഇതൊന്ന് ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് ക്ലീനിങ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളതിൽ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മെഷീനിൽ അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പുറത്തുകൊണ്ട് വെയിലത്ത് തോരടാന്ന് വിചാരിക്കണ്ട. അപ്പോൾ അതൊക്കെ ഇടുകയാണ്. അതിന് ശേഷം നമുക്ക് തുടക്കലും പിന്നെ കുറച്ച് എൻ്റെ വൈറ്റ് ഡ്രസ്സൊക്കെ കല്ലുമ്മൽ അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്നുള്ളതിൽ അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാനിങ്ങനെ പറയില്ല, നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ക്ഷമിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. കാരണം നമ്മളിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കുകയാണെങ്കിലോ നമുക്കൊരു ലൈക്കിന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇടുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എത്ര സബ്സ്ക്രൈബറായി അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ നോക്കുക, നമുക്ക് എത്ര വ്യൂസ് ഉണ്ട്, എത്ര കമൻറ്റ് ലൈക്ക് ഉണ്ട് എന്നിട്ടാട്ടോ നോക്കല്. അപ്പോൾ ലൈക്കും കമൻറ്റും കാണുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് തോന്നുക. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ലൈക്കും കമൻറ്റും കൂടുതൽ കണ്ടാൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുള്ളൂ, കൂടുതൽ ലൈക്കും കമൻറ്റും കാണുമ്പോഴാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് എഴുതുമ്പോൾ ഒരുപാട് വാരി വലിച്ച് കമൻറ്റ് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി ഇട്ടാൽ മതി. നമ്മൾ പിന്നെ എന്തെങ്കിലും സ്മൈൽ ഇമോജി അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ സിമ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നതിന് ശേഷം നമ്മൾ ബിരിയാണിയിലേക്കുള്ള സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി അരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അകം തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ബിരിയാണി ദമ്മിടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനില്ലേ, അതിന് ബിരിയാണിക്കുള്ള ചിക്കന് മാത്രം കുറച്ച് എടുത്തുകൊണ്ട് അതിലേക്ക് ഞാൻ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മുന്നേ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണയുടെ കളറൊക്കെ മാറില്ല, പപ്പടത്തിൻ്റെ കളർ മാറില്ല. അപ്പോൾ ഞാൻ പപ്പടം ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം നമ്മൾ ബിരിയാണിയിലേക്കുള്ള സവാള ഒന്ന് പൊരിച്ചെടുക്കാണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 5 സവാള കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണിയിലേക്കും പിന്നെ ഫ്രൈ ചെയ്യാനും പിന്നെ നമ്മൾ തൈര് ഉണ്ടാക്കുന്നുണ്ട് അതിലേക്കും കൂടെ ഉള്ള സവാള 5 5 ചെറിയ സവാള ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത്. അപ്പോൾ ഞാനിതാ പിന്നെ സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു പിടി സവാള എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് സവാള പകുതി ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കഷ്ണാക്കിയതുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് നല്ലൊന്ന് നെരിച്ചെടുക്കുക. സവാള തന്നെ അതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് കോരി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കണ്ടേ. ആദ്യം ഒന്ന് അണ്ടി ചേർത്ത് കൊടുത്ത് മൂത്തതിന് ശേഷം ഞാൻ കിസ്മിസ് ചേർത്തതിന് ശേഷം നല്ലൊന്ന് മൂപ്പിച്ച് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഞാൻ ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ മോൻ്റെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിക്ക് എന്തെങ്കിലും വെള്ളം തരുമ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലൈം അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് 5-6 കഷ്ണം പൈനാപ്പിൾ കഷ്ണം ആക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു നാരങ്ങയുടെ പകുതി നീര് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീരുള്ള നാരങ്ങ ആയിരുന്നു. അപ്പോൾ പകുതിനെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ 3-4 പുതിനയില കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലൈം റെഡിയാക്കി എടുക്കണം. അപ്പോൾ നല്ല ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള ലൈമായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു, ഞാനും കുടിച്ചു. അപ്പോൾ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കൾക്ക് പിന്നെ ഫുഡ് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ മോനിസിന് എക്സാമാണ് കേട്ടോ, ശനിയും ഞായറൊക്കെ പിന്നെ പൊതുപരീക്ഷ എക്സാമാണ് മദ്രസയിൽ നടക്കുന്നത്. അപ്പോൾ അവനോട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയിൽ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കുക്കിംഗ് ആകുമ്പോൾ അതന്നെ ചെയ്ത് നിൽക്കണമെന്നൊന്നുമില്ല. അത് റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്ക് വേറെ പുറത്ത് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടൊന്നും ആവില്ലല്ലോ ചെയ്യൽ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ നമുക്ക് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളെ ലൈമ് കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ സ്റ്റൗവിൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അല്ല കേട്ടോ ഈ ബിരിയാണി റെഡി ആക്കണേ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആർക്കേജാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പിന്നെ നല്ല നമ്മൾ ചോറ്റിലേക്ക് എല്ലാത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള എന്ന് പറയുമ്പോൾ 3 സവാളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ചെറുത് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 സവാളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ചേർത്തിട്ട് സവാള ഒന്ന് നല്ല വാട്ടിയെടുക്കുകയാണ് കേട്ടോ. സവാള വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് 3 ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളി ആയിരുന്നു, 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 പച്ചമുളക് ഇതും കൂടെ ഇട്ടിട്ട് ചതച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോണ വരെ ഒന്ന് നല്ല വാട്ടിയെടുക്കണേ. അപ്പോൾ സവാള ആദ്യം നല്ല വാടി വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് വാടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 തക്കാളിയാണ്, മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് 3/4 കിലോ ബിരിയാണീൻ്റെ കണക്കാട്ടോ പറയുന്നത്. 3/4 കിലോ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കപ്പിന് പിന്നെ 3 കപ്പ്, ഒരു 250 ml കപ്പിന് 3 കപ്പ് അങ്ങനെയാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളല്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയിലേക്ക് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സവാള ചേർത്ത് നമ്മൾ പിന്നെ മസാല ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് നല്ല പിന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ബിരിയാണി മസാല ആണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ല കേട്ടോ മസാലയിലേക്ക്. അപ്പോൾ ആ പൊടികൾ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ മല്ലിയില പുതിനയില കട്ട് ചെയ്തത് ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പിന്നെ ചിക്കനില്ലേ, അതിന് 4 പീസ് ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഞാനിതാ കുറച്ച് ഒരു പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് ഉണ്ടാവും കേട്ടോ, അതും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ സ്മെല്ല് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാനൊന്നുമല്ലേ. അപ്പോൾ നമ്മളിത് ദമ്മിടുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ബിരിയാണി ചിക്കൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല ഇടുന്ന ചിക്കൻ വേവണ ചിക്കൻക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ 3-4 പീസ് ഇപ്പോൾ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് നല്ല പിന്നെ 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് പിന്നെ തൈരും മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുക്കല്ല, അതൊന്ന് മസാല ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ മസാല ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചോറ് റെഡിയാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പിന്നെ അരി വെച്ച് ഊറ്റിയെടുക്കാം കേട്ടോ, നെയ്ച്ചോറ് വറ്റിച്ച് എടുക്കല്ല, അരി വെച്ച് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അരി വേവാനുള്ള വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ഏലക്കായ ഇട്ടെടുത്തിട്ടുണ്ട്, 3 കറുകപ്പൂവ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പട്ട 3 ചെറിയ കഷ്ണം ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. അതിന് ശേഷം നല്ല തിളക്കണ വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. ഈ അരി ഇട്ടതിന് ശേഷം നല്ലൊന്ന് വേവിച്ചെടുക്കണം അരി നമുക്ക്. അപ്പോൾ നല്ല ഒന്ന് വെന്ത് കുഴയരുത് കേട്ടോ അരി. പിന്നെ നമ്മൾ ദമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചോറൊക്കെ അവിടെ വേവണ നേരം കൊണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിയെടുക്കാമെന്ന് വിചാരിക്കട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് എഴുതാനുള്ളൊരു അവസരം വന്നിരിക്കുന്നു കേട്ടോ. അവസരം മീൻസ് ഞാൻ ഈ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട സംഭവം അതിൽ ചേർക്കാനായിട്ട് മറന്നിക്കണേ. പിന്നെ ഞാൻ അത് ബിരിയാണി ദമ്മിടുന്ന സമയത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ അത് എന്താണെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് എഴുതട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയണില്ല കേട്ടോ ഞാൻ എന്താണ് ഇടാൻ മറന്നതെന്നൊന്നും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാം. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ല നമ്മൾ മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത്, ഒരു 75-80% നമ്മൾ വേവിച്ചാൽ മതി കേട്ടോ. ഇനി ഇതൊന്നും നമുക്ക് ദം ചെയ്യുകയാണേ. അപ്പോൾ നമ്മളിത് ദം ചെയ്തെടുക്കുമ്പോൾ ഞാൻ ചോറ് വേറെ ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഓട്ടക്കൈയിലേക്ക് ഇങ്ങോട്ട് ഊറ്റി വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കേട്ടോ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ മസാലയുടെ മേലേക്ക് 2 ലെയറായിട്ട് റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ ഗരം മസാലയുടെ പൊടി കുറച്ചൊന്നും ഇങ്ങോട്ട് തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആവണ്ട, കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് 1 ലെയറും കൂടി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മല്ലിയില പുതിനയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള റൈസും കൂടെ ഞാൻ ഇതുപോലെ ഇട്ടെടുത്തിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണേ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യൊന്നും ഇതിൽ ഒരുപാട് ചേർക്കണ്ട, കാരണം നമ്മൾ മസാല അത്യാവശ്യം വെളിച്ചെണ്ണയിലും നെയ്യിലൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റൈസിലേക്കുള്ള മസാല പിന്നെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മേലൊന്ന് കുറച്ചൊന്ന് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, RK ചേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റോസ് വാട്ടറിൻ്റെ എസൻസ് ഇല്ലേ, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദം ബിരിയാണിക്ക് മസ്റ്റായിട്ട് നമ്മൾ ചേർക്കേണ്ട സാധനമാണ് കേട്ടത്. അപ്പോൾ ഈ കല്യാണ ബിരിയാണിയിലൊക്കെ ദം ബിരിയാണിയിൽ അവർ ചേർക്കണ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ നമ്മളെ റോസ് വാട്ടറിൻ്റെ എസൻസ്. അപ്പോൾ അത് ഒരുപാട് ചേർക്കരുതിട്ടാ. ഞാനിപ്പോൾ 2 ഡ്രോപ്സ് എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ അതിലേക്ക് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളെ റൈസിന് കുറച്ച് കളർ കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും കലക്കി ഒഴിച്ചിട്ടില്ല, നമ്മൾ വൈറ്റ് റൈസ് ആയിട്ട് തന്നെ അങ്ങനെ ഇടാന്നുള്ളതിൽ. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരില്ലേ, അതൊക്കെ ഞാൻ ഇതിൻ്റെ മേലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് ഇതുപോലെ നിരത്തി ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ നമ്മൾ ദോശക്കല്ലില്ലേ, പത്തിരിക്കല്ല് വെച്ചിട്ട് നല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളെ ബിരിയാണീൻ്റെ പോട്ട് ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് തന്നെ നമ്മൾ വെക്കുക. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് വറ്റി ദമ്മായി വരണം. അതുവരെ നമുക്ക് അത് 20 മിനിറ്റ് വെക്കട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലത്തെ വെള്ളം വറ്റിപ്പോയി അടി പിടിക്കും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണതാണ് ഏറ്റവും നല്ലത്. 20 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മൾ ബിരിയാണി നല്ല ദമ്മായി വന്നോളൂ. ഇപ്പോൾ അതൊക്കെ അവിടെ ദമ്മാവണ നേരം കൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് തുടക്കണ്ട, അകം തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ മാത്രം തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിന് ശേഷം കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ അതിൻ്റെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉഞ്ഞിരാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഉച്ചൻ്റെ ശേഷം മമ്പറൊക്കെ പോകാണ്ട് സിയാറത്തിനായിട്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാ ദമ്മൊക്കെ പൊട്ടിച്ചു. ദമ്മൊക്കെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് കഴിഞ്ഞിട്ട് നമ്മൾ റോസ് വാട്ടറിൻ്റെ ദമ്മിൻ്റെ ഒക്കെ സ്മെല്ല് അടിപൊളി ബിരിയാണി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് എന്താ പറയുക അത്യാവശ്യം വെള്ളത്തോട് കൂടിയിട്ടാണല്ലോ ദം ചെയ്തത്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. വെള്ളമൊക്കെ നല്ല വറ്റി നല്ല ദമ്മായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മഞ്ഞൾ കലക്കി ഒഴിച്ചിട്ടില്ലെങ്കിലും ബിരിയാണിക്ക് അത്യാവശ്യം മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒരു റെഡിഷ് കളറാണല്ലോ. അപ്പോൾ അതിൻ്റെ മസാലയുടെ കളറും ഒക്കെ അടിപൊളി കളറൊക്കെ ആയി തന്നെ ആയിരുന്നു ബിരിയാണി. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ തൈരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൈരിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന സവാളല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. അപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് പിന്നെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ താ ഞങ്ങളെ ചോറ് തിന്നലും പിന്നെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ മുമ്പുറം പോകാൻ വേണ്ടിയിട്ട് മാറ്റാൻ കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റുന്ന ടൈമിൽ മക്കളും കുഞ്ഞിരായും വണ്ടി പോയിരുന്നു ഓട് ഓർണടി കേട്ടോ. അപ്പോൾ എൻ്റെ പാത്രം കഴുകൽ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വണ്ടി പോയിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഓർണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ മമ്പുറത്തേക്ക് പോവുകയാണേ. അങ്ങനെ താ ഞങ്ങൾ മമ്പുറത്തെത്തി. അവിടുത്തെ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അസറൊക്കെ അവിടുന്ന് നിസ്കരിച്ചിട്ടോ. അപ്പോൾ സ്ത്രീകളെ നിസ്കരിക്കുന്ന സ്ഥലമാണ് ഇട്ടത്. അപ്പോൾ ബാക്കിൽ ഒരുപാട് ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നിസ്കാരം കഴിഞ്ഞ ശേഷം അവിടെ ഇരുന്നിട്ടൊന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ നിസ്കരിച്ചതിന് ശേഷം നിസ്കാരപ്പായൊക്കെ മടക്കി വെക്കാതൊക്കെയാണ് കേട്ടോ പോയിക്കണത്. അതൊക്കെ കണ്ടപ്പോൾ എന്തോ പോലായി. അപ്പോൾ നിസ്കാരത്തിൻ്റെ പടമൊന്നും അവർക്ക് മടക്കി വെക്കാൻ പോലും നേരമില്ല എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തർ പോയിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഞാൻ അവിടുന്ന് ഒക്കെ മടക്കി വെച്ചു. ഞങ്ങൾ പിന്നെ ഇത് പോന്നു. അപ്പോൾ അവിടുത്തെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് 1-2 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ. അപ്പം മുസല്ല എന്താ പറയുക നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ എന്താ പറയുക നമ്മൾ പുകയിപ്പിക്കണ സാധനങ്ങൾ ഹൂത് അത്തർ മെയിനായിട്ട് ഇവിടെ അത്തറാട്ടോ. അത്തറിന് ഒരുപാട് ഉസ്താദന്മാരും ആൾക്കാരൊക്കെ അവിടുന്ന് വാങ്ങുന്നുണ്ട് സാധനങ്ങളിട്ടൊക്കെ. ഹോൾസെയിലായിട്ട് ഇങ്ങനെ വിൽപ്പന കച്ചവടം നടത്താനുള്ളവരൊക്കെ ഇവിടെ നിന്നാണ് തോന്നുന്നു കൊണ്ടുപോകില്ല കേട്ടോ. അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് പുകയിപ്പിക്കണ സാധനമില്ലേ ഊത് അത് നമ്മളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ ഊതൊക്കെ വാങ്ങിച്ചു. പിന്നെ മോനിസിന് മോതിരം വേണമെന്ന് പറഞ്ഞപ്പോൾ മോതിരം വാങ്ങിച്ചു. പിന്നെ 1-2 സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ. അപ്പോൾ പുകയിപ്പിക്കുന്ന ബോക്സിലിടുന്ന ചാർക്കോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ അത് മോൻസിന് മോതിരം വാങ്ങണം. അപ്പോൾ അവരിട്ട് കൊടുക്കുന്ന മോതിരൊന്നും മോൻസിൻ്റെ വിരലുമൊക്കെ പാകാവണില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിരാ എന്തൊക്കെയോ പറയുന്നുണ്ട് വിരൽ വണ്ണമില്ലാത്തന്നടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ട് അവനക്ക് പാകില്ല. ലാസ്റ്റ് ഒന്ന് കിട്ടിയിട്ടോ അവനക്ക്. പക്ഷേ കിട്ടിയത് അവനക്ക് വലിയ ഇഷ്ടമായിട്ടുമില്ല. പിന്നെ ഇതാ ഒരുപാട് കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. മോതിരം കെട്ടിക്കാൻ പറ്റിയ കല്ലുകളില്ല, നല്ല ഭംഗിയുള്ള കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വെള്ളിയിലൊക്കെ മോതിരം കെട്ടി കൊടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ മമ്പുറത്തുനിന്ന് കർമ്മയിലേക്ക് പോയി. കർമ്മയൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം മഗ്‌രിബൊക്കെ കഴിക്കണേ. അപ്പോൾ അത്യാവശ്യം നല്ല വിശന്നിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഷവർമയും അതുപോലെ തന്നെ നമ്മൾ പിന്നെ അവിൽ മിൽക്കില്ലേ അതൊക്കെ കുടിച്ചു. പിന്നെ മോനിസ് ചിക്കൻ റോളാട്ടോ കഴിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.